അമ്പലപ്പുഴ മഹാക്ഷേത്രത്തിലെ പള്ളിപ്പാന ചടങ്ങിനോടനുബന്ധിച്ച് ഗണക സമുദായത്തിൽപ്പെട്ട ഞങ്ങൾക്ക് 5 ചടങ്ങുകളാണ് ഉള്ളത്. ആദ്യത്തേത് അന്തിപ്പേ കാവലേർ എന്ന് പറയും. അതായത് പരമശിവനും പാർവതിയുമാണ് ഈ വേലനും വേലത്തിയുമായി നടത്തിയ പള്ളിപ്പാനയുടെ ആ സ്മരണയ്ക്കായി, വേല പിതാക്കന്മാരുടെ സ്മരണയ്ക്കായി അന്തിപ്പേ കാവലേർ എന്ന് പറഞ്ഞ ഒരു കോലം ഞങ്ങളുടെ സമുദായത്തിൽ നിന്ന് എഴുതി നൽകുകയും അതിനുശേഷം ബ്രഹ്മൻ പുറപ്പാട് എന്ന് പറഞ്ഞാൽ ബ്രഹ്മദേവൻ പരമശിവൻ ആദ്യമായി നടത്തിയ പള്ളിപ്പന്തലിലേക്ക് എത്തിയതിൻ്റെ സ്മരണാർത്ഥമാണ് ബ്രഹ്മൻ പുറപ്പാട് ഞങ്ങളെ സമുദായക്കാർ തന്നെ മുഖത്ത് വെച്ച് കിഴക്കേ ഗോപുരനടയിൽ നിന്നും പള്ളിപ്പന്തലിലേക്ക് എത്തുന്നു. അതിനുശേഷം കാലൻ പുറപ്പാടാണ്. യമരാജാവ് പള്ളിപ്പാന പന്തലിൽ സന്ദർശിക്കുന്നതിൻ്റെ സ്മരണാർത്ഥമാണ് കാലൻ പുറപ്പാടെന്ന് പറഞ്ഞ കോലം എഴുതുന്നത്. അത് കിഴക്കേ ഗോപുരത്തിൻ്റെ വെളിയിൽ ആലിൻ ചുവട്ടിൽ നിന്നും ഞങ്ങളുടെ സമുദായക്കാർ മുഖത്തെഴുതി വെച്ച് പള്ളിപ്പാന പന്തലിലേക്ക് എത്തുന്നതാണ് ചടങ്ങ്. അടുത്ത ശാസ്താംപുറപ്പാടാണ്. അതായത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമിയുടെ മാതൃസ്ഥാനിയായ തൈഴി ധർമ്മശാസ്താവിൻ്റെ സ്മരണാർത്ഥം ശാസ്താംപുറപ്പാട് ഞങ്ങൾ വേല ഗണക സമുദായക്കാർ എഴുതി നൽകുന്നതാണ് ആ ചടങ്ങ്. അവസാനം പള്ളിപ്പാനയുടെ അവസാന ദിനങ്ങളിൽ ഇത്രയും ചടങ്ങുകളുടെ ഒരു പൂർണ്ണത വരുത്തുവാൻ ഞങ്ങളുടെ ഈ കുടുംബത്തിൽ നിന്ന് കാട്ടുവേലി കുടുംബത്തിൽ നിന്നും വലിയ കോലം, അതായത് ഭൈരവിക്കോലം, ചിലർ 1000 മണിക്കോലം, കാളിയും ദാരികനും വരെ എന്നീ കോലങ്ങൾ അറിയപ്പെടുന്ന കോലം അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ വെച്ച് കുമ്പളങ്ങ മുറിച്ച് നീളം മുറിച്ച് ഈ പള്ളിപ്പാന പരിപൂർണ സമാപ്തിയിലേക്ക് എത്തിക്കുന്നതാണ് ചടങ്ങ്. നമസ്കാരം, എൻ്റെ പേര് അമൽ ഗണകൻ പായിപ്പാട്. ഞാൻ ചങ്ങനാശ്ശേരി പായിപ്പാട് സ്വദേശിയാണ്. ഏകദേശം ഒരു 30 വർഷമായിട്ട് ഞാൻ പടയണി രംഗത്ത് കോലമിടാനായിട്ടുണ്ട്. കേരളത്തിനകത്തും പുറത്തുമായിട്ട് ഏകദേശം ഒരു 3000-ൽ പരം വേദികളിൽ ഞാൻ കോലമിടിയിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ ഒട്ടുമിക്ക ഫേമസ് അമ്പലങ്ങളിലും പടയണി നടക്കുന്ന അമ്പലങ്ങളിലും ഞാൻ പരിപാടി ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ ജീവിതത്തിൽ കിട്ടിയ ഒരു വലിയൊരു ഭാഗ്യമാണ് അമ്പലപ്പുഴയിലെ പള്ളിപ്പാനയുമായിട്ട് ബന്ധപ്പെട്ട് കോലമിടാൻ എന്നെ ക്ഷണിച്ചത്. അതിൽ ഞാൻ ഇവിടുത്തെ കമ്മിറ്റിക്കാരോടും ഗണക സമുദായത്തിനോടും എല്ലാ ആൾക്കാരോടും പ്രത്യേകിച്ച് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടും നന്ദി പറയുന്നു.